ബമ്പർ കിട്ടിയ നിനക്കാണ്, സ്കൂട്ടി കിട്ടിയ നിനക്കാണ് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കിട്ടി. ഇപ്പോൾ വളരെ സന്തോഷമായി. എക്സലൻറ്റ് സർവീസാണ് ജാംജൂമിൻ്റെ. സ്പെഷ്യലി സ്റ്റാഫ്സ്, കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്. സമ്മാനം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് എഴുതി ഇവിടെ ആർക്ക് വരവുണ്ട്. ഞങ്ങൾ ഇവിടെ വരാറുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. എല്ലാ സ്ഥാപനത്തിനനുസരിച്ച് നോക്കുമ്പോൾ കുറച്ച് വിലക്കുറവ് ഇവിടെ ഉണ്ട്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. വ്യാപാരത്തിലെ സത്യസന്ധത അത് ജാംജൂം ഗ്രൂപ്പിന്റെ മുഖമുദ്രയാണ്. കൈനിറിയ സമ്മാനങ്ങളുമായി പെരിന്തൽമണ്ണ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയ ലക്കി ഡ്രോയിലൂടെ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ വെച്ച് കൈമാറി. പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജാംജൂം ഗ്രൂപ്പിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വിപുലമായ സമ്മാന പദ്ധതി ഒരുക്കിയിരുന്നത്. 6 മാസക്കാലത്തോളം ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്തവർക്കായി ഒരുക്കിയ ലക്കി ഡ്രോയിലൂടെ വിജയികളായവർക്കുള്ള സമ്മാനദാന ചടങ്ങ് ശ്രദ്ധേയമായി. പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്കി ഡ്രോയിലൂടെ 1ാം സമ്മാനമായ ഹോണ്ട ആക്ടീവ വിജയിയായ അരീബ് മെഹഫൂസിന്റെ കുടുംബത്തിന് ചെയർമാൻ സമ്മാനിച്ചു. 2ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ ജാംജൂം ബിസിനസ് ഗ്രൂപ്പ് മാനേജർ ഷബീർ അലിയിൽ നിന്നും കെ റാഫിഹ ഏറ്റുവാങ്ങി. 3ാം സമ്മാനമായ LED TV ജാംജൂം ചെയർമാൻ അസീസിൽ നിന്നും ഇക്ബാൽ ഏറ്റുവാങ്ങി. 4ാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ ജാംജൂം വൈസ് ചെയർമാൻ അലവിക്കുട്ടി നിദാ കൈമാറി. ജാംജൂം ഡയറക്ടർമാരായ സഫ്വാൻ അലി, ഹൈദർ, സനവുള്ള, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ ചേർന്ന് യഥാക്രമം മറ്റുള്ള സമ്മാനങ്ങളും വിജയികൾക്ക് നൽകി. സമ്മാന പദ്ധതിയിൽ സുതാര്യത ഉറപ്പുവരുത്തിയ ജാംജൂമിന്റെ പ്രതിബദ്ധതയെ നഗരസഭാ ചെയർമാൻ അനുമോദിച്ചു. ഏതൊരു സ്ഥാപനവും സുതാര്യതയും വിശ്വാസ്യതയും പുലർത്തേണ്ടത് എല്ലാ കാലത്തും അനിവാര്യമാണ്. മനസ്സിലാക്കുന്നത് അത് കുറച്ച് അധികമായി തന്നെ പുലർത്തുന്ന ടീമാണ് ജാംജൂമും അതിൻ്റെ മാനേജിങ് ടീമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്യുമെന്ന കാര്യത്തിൽ ഒന്നും നമുക്കാർക്കും തർക്കമില്ല. എന്തായാലും ഇതുപോലെ വിശ്വാസ്യതയും സുതാര്യതയും നിലനിർത്തി പോകുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്കും തിരിച്ച് അവരുമായി സഹകരിക്കാനും ഒക്കെ കഴിയുക. അത്തരത്തിൽ വിശ്വാസ്യതയും സുതാര്യതയും നേരത്തെ ജനങ്ങൾക്ക് ആവശ്യമായ സർവീസും കൊടുത്ത് മുന്നോട്ട് പോകാൻ ജാംജൂം ഇതുവരെ കാണിച്ചിട്ടുള്ള അതേപോലെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കുന്നു. ഇനി അങ്ങോട്ടും അത്തരത്തിൽ പോകാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയികളായവർ നിറഞ്ഞ സന്തോഷം പങ്കിട്ടാണ് ജാംജൂമിൽ നിന്നും മടങ്ങിയത്. ലക്കി ഡ്രോയിലൂടെ ആദ്യമായാണ് പലർക്കും സമ്മാനം ലഭിക്കുന്നത്. പ്രതീക്ഷിക്കാതെ ലഭിച്ച സമ്മാനത്തിന്റെ ആശ്ചര്യം അവർ ടുഡേ ന്യൂസിനോട് പങ്കിട്ടു. ഞങ്ങളുടെ കുടുംബം സ്ഥിരമായിട്ട് ഷോപ്പിംഗ് ഇവിടെ നടത്തല്ലേ. എൻ്റെ മകളുണ്ട് സുൽഫിയാർ, അവൾ സ്ഥിരമായിട്ട് ഇങ്ങോട്ടാണ് വരല്. അപ്പോൾ അവളും മകനും പാടെ അവളെ ബ്രദേഴ്സ് കൂടിയിട്ട് അവിടെ വന്നേ. അപ്പോൾ കിട്ടിയപ്പോൾ പറഞ്ഞു ബമ്പർ കിട്ടിയ നിനക്കാണ്, സ്കൂട്ടി കിട്ടിയ നിനക്കാണ് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കിട്ടി. ഇപ്പോൾ വളരെ സന്തോഷമായി. എക്സലൻറ്റ് സർവീസാണ് ജാംജൂമിൻ്റെ. സ്പെഷ്യലി സ്റ്റാഫ്സ്, കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്. പിന്നെ ഇത് തുടങ്ങിയ മുതൽക്ക് ഞാനിവിടെ ഒരു കസ്റ്റമറാണ്. കസ്റ്റമർ പറയാൻ എക്സ്ക്യൂസ് കസ്റ്റമറാണ്. പിന്നെ നല്ല സ്റ്റാഫും നല്ല സർവീസും പിന്നെ പ്രൈസസൊക്കെ, അതായത് സാധാരണ ജനങ്ങൾക്ക് വന്നിട്ട് മേടിക്കുന്ന പ്രൈസസൊക്കെ ഉണ്ട്. സമ്മാനം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് എഴുതി ഇവിടെ ആർക്ക് വരവുണ്ട്. വന്നപ്പോൾ അനിയൻ്റെ മോനാണ്, അപ്പോൾ അവരൊന്ന് എഴുതി ഇട്ടതാണ്. അങ്ങനെ പാസ്സായി കിട്ടിയാണ്. ഞങ്ങൾ ഇവിടെ വരാറുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. എല്ലാ സ്ഥാപനത്തിനനുസരിച്ച് നോക്കുമ്പോൾ കുറച്ച് വിലക്കുറവ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ സാധനം വാങ്ങിച്ച് പ്രതീക്ഷയില്ല. ഒരു ദിവസം കോള് വന്നപ്പോഴാണ്, ഞങ്ങൾ ഇന്നേവരെ ഇതുവരെ സമ്മാനങ്ങളൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ മോളെ പേര് വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ മോൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം സമ്മാനം തന്നതിൽ. ജാംജൂം ഗ്രൂപ്പിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്കായി പ്രത്യേക സമ്മാന പദ്ധതി ഒരുക്കിയത്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അസൂയാവഹമായ വളർച്ചയാണ് ജാംജൂം കാഴ്ചവെക്കുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കി മികച്ച ഓഫറുകളും നൽകിയാണ് ജാംജൂം ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ.